കമ്പത്തേക്ക് പോകുന്നു. കമ്പത്ത് രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, കമ്പത്ത് എങ്ങനെയാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകൾ? വലിയ ആവേശം നിറഞ്ഞൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് തേനിയിലെയും കമ്പം എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത്തവണ ഇവിടെ ത്രികോണ പോരാട്ടം ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ DMK ADMK തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരുന്നുവെങ്കിൽ ഇത്തവണ TVKയുടെ സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി ഇത് മാറിയിട്ടുണ്ട്. N രാമകൃഷ്ണൻ, ജക്കയ്യ, അതുപോലെ തന്നെ ജഗന്നാഥ് മിശ്ര, ഇവർ 3 പേരുമാണ് ഇവിടെ പ്രധാനമായി സ്ഥാനാർത്ഥികളായി എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ആളുകളെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അണേ ഇങ്ങ യാര് ജയിപ്പോ? நம்ம விசில் சின்னம் தான் ஜெயிக்கும், TVK தான் ஜெயிக்கும். நம்ம தலைவர் PL ஜெகநாத் மிஸ்ரா அவர்கள் தான் ஜெயிக்கிறாரு. அண்ணா எப்படி இருக்கு மனுஷன்? 234 தொகுதியிலும் கம்பம் தொகுதி வச்சா ஓட்டு வாங்கி செய்ப்போம். நாங்க TVK செய்யும். TVK தான். ഇവരെല്ലാവരും TVKയുടെ ആളുകളാണ്. TVKയുടെ ആളുകൾ ജയിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. എന്തായാലും വലിയ ആളുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേർക്ക് പ്രതികരിക്കാനൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആണേ എങ്കിൽ இந்த மത്സரம் எல்லாம் எப்படி இருக்கு? ஆள்கார் நல்லா ஓட்டு போடும். 50,000 ஓட்டு வித்தியாசத்தில் ஜெகநாத் மிஸ்ரா சார் செய்வார். கண்டிப்பான முறையில் செய்வார். வெற்றி. DMK ADMK எல்லாம் பிரச்சனை இல்லையா? எதுவும் பிரச்சனை இல்ல. தமிழ்நாட்டில் அதிக அளவு ஓட்டு வித்தியாசம் ஜெயிக்கிற ஒரே இது கம்பம் தொகுதி மட்டும். അതാണ് ഇവർ പറയുന്നത്. എന്തായാലും കമ്പത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകപക്ഷീയ വിജയമായിരിക്കും. ജഗന്നാഥ് മിശ്ര വിജയിക്കും. TVKയുടെ വലിയ ആധിപത്യം ഇവിടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രഖ്യാപനമൊക്കെയാണ് TVKയുടെ പ്രവർത്തകരൊക്കെ നടത്തിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇവിടെ DMKയുടെ കമ്മൻ രാമകൃഷ്ണനാണ് MLA ആയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇത്തവണ വീണ്ടും 6ാം തവണ ജനവിധി തേടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വലിയൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. പിന്നെ തേനി ജില്ലയുടെ ഒരു പ്രത്യേകത ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള O പനീർശെൽവം ജനവിധി തേടുന്നത് തേനി ജില്ലയിലെ ബോഡി നായ്ക്കന്നൂരിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ADMKയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അതുമാത്രമല്ല ഇത്തവണ അദ്ദേഹം ADMK വിട്ട് DMKയിൽ ചേക്കേറി. ഇത്തവണ വലിയ DMKയുടെ K സ്റ്റാലിൻ ഉൾപ്പെടെ ഇവിടെ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുന്ന കാഴ്ചകളൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു കൂടുവിട്ട് കൂടുമാറ്റത്തിന്റെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകം നിറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമായി വലിയ ചർച്ചയായിട്ടുള്ള കൂടുമാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് തേനി എന്ന് പറയുന്നത്. അവിടെ ബോഡി നായ്ക്കന്നൂരിൽ OPS മത്സരിക്കുന്നു. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടി ആയി തേനി മാറുന്നുണ്ട് ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒട്ടും കുറവല്ല. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെ. നമ്മൾ നേരത്തെ മറ്റു റിപ്പോർട്ടർമാരൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിലെ പോലെ ഏതെങ്കിലും തരത്തിൽ കൊട്ടിക്കലാശം വലിയ ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ മുന്നണികളൊക്കെ കൂടിയിട്ടുള്ളൊരു കൊട്ടിക്കലാശം അങ്ങനത്തെ കാഴ്ച കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പോസ്റ്റർ ഇല്ല, ബാനർ ഇല്ല, അല്ലെങ്കിൽ ചുവരെഴുത്തുകളില്ല, അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ കൊട്ടിക്കലാശവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവർ പരമാവധി ആളുകളെ ഇനി നേരിൽ കണ്ടുകൊണ്ട് ആ ഒരു രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.